ത്തിന്റെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19-ഉം 20-ഉം. യെരൂശലേമിലായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ടും കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറന്നിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഇന്ന്. ആമേൻ. ഈ കോട്ടേജ് മീറ്റിങ്ങില് പ്രിയ സഹോദരിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവം ഇടപെട്ട ദൈവവചനം, യെരൂശലേം നിവാസികൾ ആയുള്ളവരെ, നിങ്ങൾ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. ആമേൻ. നമ്മുടെ ജീവിതത്തില് ദൈവം പല കണ്ണുനീരിന്റെ അനുഭവങ്ങളും ദൈവമക്കളുടെ ജീവിതത്തിൽ വരാറുണ്ട്. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത്, കണ്ണുനീർ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ അവൻ അതിനെ ജലാശയമാക്കി ദൈവം തീർക്കുന്ന ഒരു ദൈവമാണ്. കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ആമേൻ. അവൻ കരയുന്നതോടുകൂടെ കരയുന്ന ദൈവമാണ്. അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ്. ആമേൻ. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ പ്രതികൂലങ്ങള്, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരിക്കലും മുഖം തിരിഞ്ഞ് മാറിപ്പോകുന്ന ദൈവമല്ല. ദൈവം നമ്മളെ, ആ ദൈവത്തിന്റെ ആ കരുതല്, ആമേൻ, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും വീണ് തകർന്നു പോകും, നിലംപരിശായി പോകുമെന്ന് ശത്രു പലപ്പോഴും നമ്മുടെ മനസ്സിൽ വാദിക്കുമ്പോൾ, ആമേൻ, ദൈവം നമ്മളെ വീണ്ടും കരം പിടിച്ചുയർത്തുന്ന ആ ദൈവത്തിന്റെ ആ കരുതലിനെ, ദൈവത്തിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രിയിൽ നാം ഓർക്കുമ്പോൾ, കർത്താവേ, ആമേൻ. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തില് ഒരു വാക്യം നമ്മൾ വായിക്കുന്നു. 3-ാമത്തെ 21-ാം വാക്യത്തില്, യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിന്റെ കൃപയല്ലോ അത് രാവിലെ തോറും പുതുതാക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവം അവിടെ പറയുന്നു, നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ മഹാകരുണയാണ്. നാം രാവിലെ എണീക്കുമ്പോൾ അത് നമ്മൾ അവന്റെ കരുണ, അവന്റെ ദയ നമ്മോട് പുതുതാക്കുന്ന ദൈവകൃപയെ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, നമ്മൾ നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണ്. ആമേൻ. നമുക്ക് തോന്നുന്നു നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട് ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മെ നിർത്തുന്നത് ദൈവത്തിന്റെ മഹാകരുണയാണ്. അവന്റെ ശക്തിയിലാണ് നാം നടക്കുന്നത്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ, നിന്റെ കൃപയുടെ കയറ് ഒന്ന് പുറകോട്ട് നീ ഒന്ന് വലിച്ചാൽ നമ്മളില്ല. കാരണം നാം നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വീണു പോകാതെ, തളർന്നു പോകാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കർത്താവേ, നീയാണ് ഞങ്ങളെ നടത്തുന്നത്. ഇവിടെ നമ്മൾ വായിച്ചല്ലോ, യെരൂശലേമിലായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട. ആമേൻ. ചില കണ്ണുനീരിന്റെ അനുഭവങ്ങളോട് ഇന്ന് പരിശുദ്ധാത്മ പറയാണ്, നീ ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട. നിന്റെ കരച്ചിലിന് അവൻ കാണുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നാം കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. പലപ്പോഴും നമ്മുടെ സങ്കടത്തിൽ നമ്മൾ വിലപിക്കാറുണ്ട്. ആരുമില്ലാതിരിക്കുമ്പോൾ, ഏകനായിരിക്കുമ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പലപ്പോഴും ഞാനും നിങ്ങളും പതറിപ്പോകുമ്പോൾ, എന്റെ ദൈവം ഇന്ന് നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയെങ്കിൽ അവൻ നിശ്ചയമായി കരുണ തോന്നുന്ന ദൈവമാണ്. ആമേൻ. സ്തോത്രം. നമുക്കറിയാം, ഹാഗർ തന്റെ കുഞ്ഞിനെ ആ ബേർശേവ മരുഭൂമിയിൽ കൊണ്ടുവിട്ടിട്ട് ആ കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് ഒരൻപാട് മാറിയിരിക്കുന്ന ഒരു ഹാഗറിനെ നമ്മൾ കാണുകയാണ്. അബ്രഹാമിന്റെ ഭവനത്തിൽ ദാസിയായിരുന്ന ആ ഹാഗർ തന്റെ കുഞ്ഞിനെ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറക്കി വിട്ടപ്പോൾ ആ കുഞ്ഞിനെ ബേർശേവ മരുഭൂമിയിൽ കൊണ്ട് അവന് മരണം കാണണ്ട എന്ന് പറഞ്ഞ് മാറിയിരുന്ന് നിലവിളിക്കുമ്പോൾ ആ ഹാഗറിന്റെ ശബ്ദം ദൈവം കേട്ടു. അവിടെ ഒരു നീരുറവ ദൈവം അവിടെ തുറന്നു എന്ന് അവിടെ നാം വായിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നാം നോക്കുകയാണെങ്കിൽ, അബ്രഹാം അവളെ ഉപേക്ഷിച്ചു. ആമേൻ. സാറ അവളെ ഉപേക്ഷിച്ചു. അവളെ കൂടെ നിന്ന സകലരും ഉപേക്ഷിച്ചു. ഇന്ന് അവൾ ബേർശേവ മരുഭൂമിയിൽ ഒരു കൈക്കുഞ്ഞുമായി അലഞ്ഞു നടക്കുമ്പോൾ ആമേൻ, അവിടെ ആ കുഞ്ഞിന്റെ നിലവിളി കേട്ട് ദൈവം ഒരു നീരുറവ തുറന്നെങ്കിൽ
ഞാനും നിങ്ങളും ഇതുപോലെ ഏകാന്തമായ ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപോലെ ആ മരുഭൂമിയുടെ അനുഭവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ആ ദൈവമക്കളെ നാം ഇന്ന് നിലനിൽക്കുന്നത്. ദൈവം പറയുന്നു, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവൻ നിശ്ചയമായി കരുണ തോന്നും. നമ്മുടെ ദൈവം എന്താണ്? ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമാ നമ്മുടെ ദൈവം. അവൻ ദീർഘക്ഷമയുള്ള ദൈവമാ. ആമേൻ. നമ്മുടെ കർത്താവ് തന്നെ പറയുന്നു, നമ്മുടെ പാപത്തിനൊത്തവണ്ണം നമ്മോട് അവൻ പകരം ചെയ്യുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഹല്ലേലൂയ. എത്രമാത്രം ദൈവത്തിന്റെ കരുതലാണ്. ആമേൻ. നാം ഇന്ന് ദൈവവചനമായി നിൽക്കുമ്പോൾ, ഈ ദൈവത്തിന് മുമ്പാകെ ഒരു സാക്ഷി പറയാൻ നിൽക്കുമ്പോൾ, കർത്താവേ നിന്റെ കരുണയാണ്, നിന്റെ ദയയാണ്, നിന്റെ വിശ്വസ്തതയാണ് എന്നെ നിർത്തിയത്. ആമേൻ. ഹല്ലേലൂയ. എവിടെയും നമുക്ക് പറയുന്നതിന് ഒരു ലജ്ജയുമില്ല. ഞാനല്ല, എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിലൂടെ നമ്മൾ കേൾക്കുന്നു, അത് കേൾക്കുമ്പോൾ അവൻ ഉത്തരം അരുളും. ആമേൻ. ചില വിഷയത്തിന്റെ നടുവില് ദൈവം ഉത്തരം അരുളുന്ന ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും തോന്നും, ആമേൻ, ആരും എന്നെ സഹായിച്ചില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞതാ. നമ്മുടെ കൂട്ടുകാർ നമ്മളെ പിരിയും, നമ്മുടെ മക്കൾ നമ്മളെ വിട്ടു പോകും, നമ്മുടെ കൂട്ടാളി നമ്മളെ വിട്ടു പോകുക. എന്നാൽ ആര് പിരിഞ്ഞാലും പിരിയാത്ത ഒരു യേശു നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മെ നന്നായി അറിയുന്ന ദൈവമാ, നമ്മുടെ അന്തരങ്ങളെ അറിയുന്ന ദൈവമാ. ആ കർത്താവ് നമ്മളെ ഒരിക്കലും നിലംപരിശാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. വീഴ്ച നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്, ഭാരങ്ങൾ വരാറുണ്ട്, പ്രതികൂലങ്ങൾ വരാറുണ്ട്, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ തരണം ചെയ്യുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന കൃപകളെ ഓർക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പം. അപ്പൊ കർത്താവ് നമുക്ക് എന്ത് ചെയ്യും? കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ പിറുപിറുക്കാറുണ്ട്. കർത്താവെ, കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ മാനുഷികമായി എല്ലാവരും പറഞ്ഞു പോകും. നമ്മുടെ വേദനകൾ, നമ്മുടെ കണ്ണുനീരിന്റെ നടുവില് പലപ്പോഴും നമ്മൾ കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും തന്നാലും ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കത്തില്ല. നമ്മുടെ ഉപദേഷ്ടാവ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല. ആമേൻ. നമുക്ക് തോന്നും, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ, എന്റെ കണ്ണുനീരിനെ അവൻ കാണുന്നില്ലയോ എന്ന് പലപ്പോഴും ദൈവമക്കളെ ഞാനും നിങ്ങളും ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി ചെവി തുറന്നിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. 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 ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. ആമേൻ. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആമേൻ. എന്റെ ഉപദേഷ്ടാവിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആമേൻ യോബിന്റെ പുസ്തകത്തിൽ യോബ് എന്ന ഭക്തൻ പറയുന്നത് 23:10 വായിക്കുന്നു, അവൻ എന്നെ ആമേൻ ശുദ്ധീകരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? പൊന്നുപോലെ ഞാൻ പുറത്തു വരും. നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രിയ ദൈവമക്കളെ, നാം പൊന്നായി മാറേണ്ടതിന്, ദൈവത്തിന് വിശേഷതയുള്ളവരായി തീരേണ്ടതിനാണ് ദൈവം നമ്മെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത്തിന്റെ അപ്പം, ഞെരുക്കത്തിന്റെ വെള്ളം എന്റെ ജീവിതത്തിൽ തരുമ്പോൾ ഞാൻ ഒരു വിലയേറിയ ഒരു പൊന്നായി മാറേണ്ടതിനാണ്. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ തികഞ്ഞവരായി മാറേണ്ടതിനാൽ, വിശ്വാസത്തിൽ ഉറയ്ക്കേണ്ടതിനായിട്ട്, ദൈവഭയത്തിൽ മുന്നേറുവാനായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുന്നത്. ഹല്ലേലൂയ. ഇതിലൊന്നും നാം പതറിപ്പോകരുത്. നാം ഇതിലൊന്നും ലജ്ജിച്ചു പോകരുത്. തിരുവായി മൊഴിഞ്ഞ തിരുവചനം നമ്മുടെ ജീവിതത്തില് നാം അത് ഏറ്റുപറയണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്നലെ കഴിഞ്ഞ ദിവസം നാം അവിടെ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ നമ്മൾ ഒരു വചനം പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഫിലിപ്പിയർക്ക് എഴുതിയ 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. അവിടെ ഒരു വാക്യം പരിശുദ്ധാത്മാവ്, മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവാണ്
അതിന്റെ ഫിലിപ്പിയർ ലേഖനം 3:21 വായിക്കാമോ? അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ആ തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആമേൻ. സകലതും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള അവന്റെ ശക്തിയുള്ള വ്യാപാര ശക്തി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? എന്റെ താഴ്ചയുള്ള ശരീരം, എന്റെ ബലഹീനതയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോടെ എന്നെ അനുരൂപമാക്കും. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ, എന്റെ ശരീരത്തില് ഒരു പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ മർത്യ ശരീരത്തിൽ വെളിപ്പെടുന്നത് ആമേൻ അവന്റെ വ്യാപാര ശക്തിയാൽ വെളിപ്പെടുന്നത് എന്റെ ശരീരം പലപ്പോഴും എനിക്ക് വഴങ്ങാതിരിക്കുമ്പോൾ, എനിക്ക് പ്രതികൂലമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ അത്യന്ത ശക്തി ആമേൻ ആമേൻ കർത്താവിനെ ആമേൻ ഈ ലോകത്തിന്റെ കല്ലറയിൽ അടക്കുവാനും ഈ ലോകത്തില് ആമേൻ ആമേൻ തളർത്തി കളയുവാനൊക്കെ നോക്കി. പക്ഷേ ആമേൻ ആ യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തി എന്താണ്? റിസറക്റ്റഡ് സ്പിരിറ്റ് ആണ് അവരുടെ മേൽ വ്യാപരിച്ചത്. അവന് ആ ഇമ്പീരിയർ മുദ്രയൊക്കെ ഇട്ട് ഈ ഭൂമിയിൽ ആമേൻ അടച്ച് ഇവിടെ അടക്കി കളയാമെന്ന് കരുതിയെങ്കിൽ അവരുടെ മേൽ വ്യാപരിച്ചത് എന്താണ്? ഉയർപ്പിന്റെ ശക്തിയാ. ആമേൻ. ഈ ഉയർപ്പിന്റെ ശക്തി എന്താ? ഈ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ഈ ആത്മാവാണ് യേശു ക്രിസ്തുവിൽ വ്യാപരിച്ചത്. ആമേൻ. നമ്മുടെ പ്രതിസന്ധി, നമ്മുടെ ശരീരങ്ങളുടെ പ്രതികൂലങ്ങൾ വരുമ്പോൾ കർത്താവേ നിന്നിൽ വ്യാപരിച്ച ഈ ശക്തി എന്റെ മേൽ പകരണമേ. നമ്മൾ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം, ഈ ശക്തി എന്റെ മേൽ വ്യാപരിക്കണമേ എന്ന് നാം ഈ വചനം വെറുതെ ഒന്നുമല്ല ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ എഴുതിയിരിക്കുന്നത്. വചനം നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവില് നാം എടുത്തതിനെ നാം അതിനെ ഉച്ചരിക്കുമ്പോൾ തന്നെ അതിലൊരു ദൈവശക്തി ഉണ്ട്. ഹല്ലേലൂയ. ഇത് നമ്മുടെ അനുഭവമായി മാറണം. ഹല്ലേലൂയ. ആമേൻ. നിശ്ചയമായിട്ട് ദൈവം നമ്മോട് കരുണ തോന്നും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം അരുളും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ ദൈവം ഒരിക്കലും മുഖം തിരിഞ്ഞു പോകുന്ന ദൈവമല്ല. ദൈവത്തിന് മുഖപക്ഷമേ ഇല്ല. ആമേൻ. തന്റെ മക്കൾക്ക് വേണ്ടി അവൻ സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്ന ഒരു ദൈവം. ആമേൻ. എത്രമാത്രം നമ്മളെ കരുതുന്നില്ലയോ, എത്രമാത്രം നമ്മെ കാക്കുന്നില്ലയോ, എത്രമാത്രം അവന്റെ പ്രൊട്ടക്ഷൻ ഞാനും നിങ്ങളും അനുഭവിക്കുമ്പോൾ എന്റെ കർത്താവേ ആമേൻ ഞാൻ നിൽക്കുന്നത് എന്റെ ശക്തിയല്ല, നിന്റെ കൃപയാ. ആമേൻ. ഇന്ന് രാത്രി ഈ വചനത്തോട് നമുക്ക് ചേർത്ത് പറയാം, കർത്താവേ ഞാൻ നിൽക്കുന്നത് ദൈവമേ എന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ ബലമായി എന്നിൽ വ്യാപരിക്കുന്നത്. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് തന്നെ ആമേൻ 2 കൊരിന്ത്യർ ലേഖനത്തില് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നല്ലോ, പൗലോസിന് അവന്റെ ശരീരത്ത് അവൻ ശൂലം നിൽക്കുന്നതായിട്ട് നമ്മൾ ഇവിടെ കാണുകയാണ്. കർത്താവിനോട് അവൻ പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം കർത്താവിനോട് അവൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ എന്റെ ജീവിതത്തിൽ വരുന്ന ഈ പ്രതിസന്ധിയെ എനിക്കൊന്ന് മാറ്റണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞത് എന്താണ്? ഞാൻ നിനക്ക്, എന്റെ കൃപ നിനക്ക് മതി. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തിയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഈ ദൈവശക്തിക്ക് വേണ്ടി പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചെങ്കിൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവൻ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, എന്നെ ശക്തനാക്കുന്ന ഒരുത്തനുണ്ട്, എന്നെ നിറയ്ക്കുന്ന ഒരുത്തനുണ്ട്, എന്നെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവമായി എന്നെ ശക്തീകരിക്കുന്നത്. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മൾ കഴിച്ച മെഡിസിനോ നമ്മൾ കഴിച്ച ആഹാരത്തിന്റെയോ വെള്ളത്തിന്റെയോ ശക്തിയല്ല. ആമേൻ. എന്നിൽ വ്യാപരിക്കുന്നത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 21-ാം വാക്യം 30-ന്റെ നമ്മളിവിടെ വായിക്കുന്നു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ
വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്ന് വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ഹല്ലേലൂയ. ദൈവം നമുക്ക് തരുന്ന കരുതലിന് നമ്മളൊന്ന് നോക്കണമേ. ആമേൻ. എന്റെ കഷ്ടത്തിൽ, എന്റെ പ്രതികൂലത്തിൽ ഞാൻ എന്റെ ദൈവത്തോട് നിലവിളിച്ചു. ആമേൻ. എനിക്ക് കഷ്ടത്തിന്റെ അപ്പം ഞാൻ തിന്നു. ആമേൻ. വെള്ളം ഞാൻ കുടിക്കേണ്ടി വന്നു. എന്നാൽ ആ സാഹചര്യത്തിന്റെ നടുവിലും ആമേൻ, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോ ആമേൻ, ഇതാ വഴിയിൽ നിന്ന് നടന്നുകൊള്ളുവിനെന്നൊരു ശബ്ദം പുറകിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കും. ഹല്ലേലൂയ. ഇത്ര മാധുരികരമായ ദൈവശബ്ദമാണ് ദൈവമക്കളെ നമ്മെ പലപ്പോഴും നമ്മെ ജീവിപ്പിക്കുന്നത്. നമുക്കറിയാം, കർത്താവിന്റെ ശിഷ്യന്മാർ തണ്ട് വലിച്ച് തളർന്നിരിക്കുന്ന ശിഷ്യന്മാരോട് കർത്താവ് അവരോട് പറയുന്നത്, നമുക്ക് മുന്നോട്ട് പോകാമെന്നാ കർത്താവ് പറയുന്നത്. ശിഷ്യന്മാരെല്ലാരും പറഞ്ഞു, ഇനി തണ്ട് വലിച്ച് നമുക്കൊരു കരയടുക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാഥൻ പറയുകയാണ്, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം, മുന്നോട്ടൊരു അക്കരയുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവമക്കളെ, ഈ വചനത്തിന്റെ ഓട് നാം ചേർത്ത് ദൈവസന്നിധിയിൽ പറയുക, നമ്മുടെ പ്രതിസന്ധികള് നമ്മെ മൂടിക്കളയുവാനല്ല, നമ്മുടെ പ്രതിസന്ധികള് നിങ്ങളെ തകർത്ത് കളയുവാനല്ല, പിന്നെയോ എന്റെ ദൈവം നമ്മളെ വലങ്കരം പിടിച്ച് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. ഒരിക്കൽ കൂടി ഈ വചനം വായിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിക്കാം. യെരൂശലേമിലെ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ ഞാൻ നിശ്ചയമായി കരുണ തോന്നും. ആമേൻ. സിയോൻ പുത്രിമാരെ, എന്നും കരഞ്ഞുകൊണ്ടിരിക്കുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. കണ്ണുനീരിനെ നിങ്ങളുടെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമാണ്. ആമേൻ. നിങ്ങൾ വായിച്ചിട്ടില്ലയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആമേൻ. അവൻ നമ്മുടെ ദൈവം, അവൻ ദൈവപര്യന്തം തന്നെ വഴി നടത്തുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. പല സാഹചര്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ നമ്മെ തികഞ്ഞവരാക്കി മാറ്റേണ്ടതിനായിട്ടാണ് ക്രിസ്തുവിന്റെ ആ സ്വഭാവത്തിലേക്ക്, ക്രിസ്തുവിനെ പോലെ ആകുവാൻ കർത്താവേ, എന്റെ ജീവിതത്തിൽ ചെല്ലുന്ന ഓരോ പ്രതിസന്ധികളുടെ നടുവിലും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ കൊടുക്കാം. കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഞാൻ ഒന്നുമില്ല കർത്താവേ. ആമേൻ. നിന്റെ കരുണ എന്റെ കൂടെ ഉണ്ടല്ലോ കർത്താവേ. എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണോ. ആ 21 നമ്മൾ വായിച്ചല്ലോ. ആമേൻ. മുമ്പ് നടക്കുമ്പോൾ ഇതാ പുറകിൽ നിന്നൊരു ശബ്ദം ദൈവം കേൾക്കുകയാണ്. മകനെ, മകളെ, ഇതേ വഴിയിൽ നീ നടന്നുകൊള്ളുക. ഹല്ലേലൂയ. അങ്ങനെ കരുതുന്ന ഒരു കരുതലുകള്, അങ്ങനെ നടത്തുന്ന ഒരു കരുതലുകള് ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും അനുഭവിക്കുമ്പോൾ, പ്രിയമക്കളെ, ദൈവമക്കളെ, നമ്മളെ കൈവിടുന്ന ദൈവമല്ല, നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവത്തിന്റെ മുമ്പാകെ ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ കൊടുക്കാമോ? ആമേൻ. ഈ വചനം ആമേൻ ആ പ്രിയ സാൽമിസ്റ്റിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് ദൈവസഭയ്ക്ക് ഒരു വിടുതലായി മാറുവാൻ ഇന്ന് രാത്രിയിൽ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.